മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, നാം പല മനുഷ്യരെയും കാണാനുണ്ട്. പല ലക്ഷ്യത്തോടുകൂടിയാണ് അവർ യേശുവിനെ അന്വേഷിക്കുന്നത്. ചിലപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ അത്ഭുതം കാണാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു അത്ഭുതം ജീവിതം നടക്കാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള പറഞ്ഞത് കേട്ടുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ബന്ധത്തിന് മോചനം ലഭിക്കാനായിട്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ക്രൈസ്തവരായ നാം ഓരോരുത്തരും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്? അതിന്റെ ആവശ്യകതയെ പറ്റിയാണ് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 11 വരെ നാം ജലപ്രളയത്തിന്റെ അന്ത്യത്തെ പറ്റിയാണ് വായിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ തിന്മ വർദ്ധിക്കുകയും സർവ്വ ജീവജാലങ്ങൾ ദൈവം നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാനായ നോഹയെയും നോഹത്തിന്റെ കുടുംബത്തെയും ജീവജന്തുക്കളെയും ദൈവം അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കുന്നു. ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് മുന്നിൽ നീതി പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനെയും ദൈവം പ്രത്യേകമായി കടാക്ഷിക്കുകയും അവനോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നീ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തമഗീതം 6-ാം അധ്യായം 1 മുതൽ 14 വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള അഭേദ്യമായ ബന്ധത്തെ പറ്റിയാണ്. ആദിമ ക്രൈസ്തവർ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമായി ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നു. ആ ഉത്തമഗീതം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും എത്ര അഭേദ്യമായിട്ടാണ് ക്രിസ്തു നാമുമായിട്ട് ബന്ധപ്പെടുന്നത്. ക്രിസ്തു എത്രയധികം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ സ്നേഹത്തിൽ വസിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്നും ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനഭാഗം നാം വായിക്കുന്ന വിശുദ്ധ നഗരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ സ്വർഗ ജെറുസലേമിനെ പറ്റിയാണ്. നാം ഓരോരുത്തരും ആ സ്വർഗ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പ്രയാണം ചെയ്യുന്നവരാണ്. പ്രകാരം എഴുതിയിരിക്കുന്നു, സ്വർഗ ജെറുസലേമിന് 12 കവാടങ്ങൾ ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാരുണ്ടായിരുന്നു. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. നഗരത്തിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ടായിരുന്നു. ഇതാണ് സ്വർഗീയ ജെറുസലേമിന്റെ പ്രത്യേകതകൾ. ആ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ നാം ഓരോരുത്തരും ദൈവത്തിന് കുഞ്ഞാടായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ക്രിസ്തു സാക്ഷി നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയാണ്. ഇത് വളരെ വലിയൊരു അത്ഭുതമാണ്. യേശു കടലിന് മീതെ നടന്ന് ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന വള്ളത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയവിഹ്വലരായി. ആര് ഭയപ്പെട്ടു? ഉടൻ തന്നെ യേശു അവർ പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാണ് എന്ന്. ഉടൻ തന്നെ ആ വള്ളം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഒരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. നാം കാണാൻ സാധിക്കും, ഈശോ തിബേരിയാസ് ഗലീൽ കടൽക്കരയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ ഭക്ഷണം നൽകുന്നു, അല്ലെ 5 അപ്പം 5000 കൊണ്ട് വർദ്ധിപ്പിക്കുന്നു. പിന്നീട് യേശു കവർനാവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യേശു ശിഷ്യന്മാരെ വള്ളത്തിൽ കയറ്റി വിടുന്നു. യേശു അവരോട് പോകുന്നില്ല. എന്നാൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 17-ാം വാക്യ പ്രകാരം എഴുതിയിരിക്കുന്നു, നേരം ഇരുട്ടി തുടങ്ങി, ശക്തിയേറെ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. വളരെ പ്രസക്തമായ ഒരു വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുമ്പോൾ നാം ഭയപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെടുന്നു. ശക്തിയേറെ കാറ്റുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെടുന്നു. എവിടെയാണ് ഭയം ഉണ്ടാകുന്നത്? എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുന്നത്? ഈശോയുടെ അസാന്നിധ്യത്തിലാണ്. ഈശോയുടെ സാന്നിധ്യത്തിൽ ഇരുട്ടോ ഭയമോ ഉണ്ടാകുന്നില്ല എന്ന് വളരെ വലിയൊരു തിരിച്ചറിവാണ് ഈ വചനത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രകാരം എഴുതിയിരിക്കുന്നു, ഇരുട്ടി തുടങ്ങി, ശക്തിയേറെ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. അപ്പോൾ അവർക്ക് ആ വള്ളത്തെ നിയന്ത്രിക്കാനായിട്ടോ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ടോ അവർക്ക് സാധിച്ചില്ല. നമ്മുടെ ജീവിത വഴിത്താരകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ, ഇരുട്ടി തുടങ്ങുമ്പോൾ നാം ചിന്തിക്കണം, ഈശോ കൂടെയുണ്ട്. പ്രകാരം എഴുതിയിരിക്കുന്നു, ഈശോ വള്ളത്തെ സമീപിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവം ശ്രവിക്കുന്ന ഈ സമയത്ത്, ഈ ഇരുളിന്റെ അവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കാറ്റുക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്ന വാക്കിതാണ്,
ഞാനാണ്, ഭയപ്പെടേണ്ട. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, തിബേരിയസില് ജനങ്ങൾ വന്നപ്പോൾ ഈശോ അപ്പം വർദ്ധിച്ച സ്ഥലത്ത് അവർക്ക് ഈശോ കാണാൻ സാധിച്ചില്ല. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർ പല വള്ളങ്ങളിൽ കയറി കവർനാവിലേക്ക് പോവുകയാണ്. അവിടെ ഈശോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ നാഥനെ അന്വേഷിച്ച് ജനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവർ അവിടെ ഈശോയെ കണ്ടില്ല, പക്ഷെ അവർ അന്വേഷിച്ച് കണ്ടെത്തി. അതുകൊണ്ട് നാം രോഗാവസ്ഥയിലായിരുന്നാലും അസ്വസ്ഥതയിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇരുളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അവനെ കണ്ടെത്തണം. കാരണം ഈശോ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ ശിഷ്യന്മാർ പറയുകയാണ് ചെയ്യുന്നത്, ഭയപ്പെടേണ്ട, ഞാനാണ്. ഈ വചനം എപ്പോഴും നമ്മൾ ഓർക്കണം. ജീവിത വഴിത്താരകൾ നാം ലക്ഷ്യസ്ഥാനത്ത് എത്താതെ വരുമ്പോൾ, നമ്മുടെ ഉദ്യമങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അത് സാധിക്കാതെ വരുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉദ്ദിഷ്ട കാര്യസാധ്യം നടക്കാതിരിക്കുമ്പോൾ ഓർക്കുക, ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ ഈശോ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതുപോലെ സ്വർഗ ജെറുസലേമിലേക്ക് നമ്മുടെ യാത്രയിൽ കാറ്റും കോളും ഉണ്ടാകുമ്പോഴും, ഇരുട്ടി തുടങ്ങുമ്പോൾ, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ വെളിച്ചം നമ്മളെ പ്രകാശിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ഇന്നത്തെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഞങ്ങളത്തെ വിശുദ്ധ വചനത്തിൽ കണ്ടു, നീതിമാനായ നോഹയെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വളരെ വലിയ ഒരു അറിവ് ഉത്തമഗീതത്തിലൂടെ ഞങ്ങൾക്ക് തന്നു. രണ്ടാമത്തെ വായനയിലൂടെ വെളിപാട് പുസ്തകത്തിന് വായന ഞങ്ങളെ ഓർമ്മിപ്പിച്ചു, ഞങ്ങൾ ഓരോരുത്തരും സ്വർഗ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, കാറ്റും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാം. എന്നാൽ അങ്ങ് വെളിച്ചമായി ഞങ്ങളെ കടന്നു വരികയാണ്. അവനെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഞാനാണ്. ഈ വചനം വിശ്വസിക്കുവാനും ഈ വചനത്തെ എപ്പോഴും മുറിവ് പിടിക്കുവാനും ഈ വചനാധിഷ്ഠമായ ജീവിതം നയിക്കുവാനായിട്ടും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവാര്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.